മലയാളികൾക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് രേണു സുധിയുടേത്. പ്രശസ്ത ഹാസ്യതാരം കൊല്ലൻ സുധിയുടെ ജീവിത പങ്കാളി എന്ന നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന രേണു പിന്നീട് സ്വന്തം വ്യക്തിത്വം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയ വ്യക്തിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രേണു സുധി ഇന്ന് ഒരു വലിയ പോരാട്ടത്തിലാണ്. താൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം വേദനയോടെയാണ് ആ വാക്കുകൾ കേട്ടത്. അതെ, താൻ ക്യാൻസർ ബാധിതയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം രേണു തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയത്. രേണു സുധി സിമ്പതിക്ക് വേണ്ടിയും പണമുണ്ടാക്കാൻ വേണ്ടിയും കള്ളം പറയുകയാണെന്നുള്ള വാർത്തകൾ വൈറലാകുന്ന സമയത്താണ് ഇത്തരമൊരു വെളിപ്പെടുത്തലിലൂടെ രോഗം ഗുരുതരാവസ്ഥയിലാണെന്ന് രേണു തുറന്നു പറയുന്നത്. ബ്രസ്റ്റിൽ തുടങ്ങി അത് ലിംഫ് നാഡികളിൽ വഴി ഹൃദയ പേശികളെയും ശ്വാസകോശത്തിലേക്കും പടർന്നു കഴിഞ്ഞു. നിലവിൽ 3ാം ഘട്ടം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് താനെന്ന് രേണു വളരെ വേദനയോടെ പങ്കുവെക്കുന്നു. തനിക്ക് ദുബായിൽ വെച്ചാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് പല യൂട്യൂബ് ഇൻഫ്ലുവൻസറും പറഞ്ഞിരുന്നു. പക്ഷേ താനിത് തൻ്റെ 15 വയസ്സുള്ളപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. തൻ്റെ ശരീരത്തിൽ ചെറിയൊരു മുഴ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കാരണം അത് വേണ്ടത്ര ഗൗരവത്തിൽ കാണാൻ സാധിച്ചില്ലെന്നും രേണു സോഷ്യൽ മീഡിയയുമായി പങ്കുവച്ചു. ജീവിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒപ്പം നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ വരുമാനത്തെയും സ്വന്തം ആൽബങ്ങളെയും ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നതെന്ന് രേണു പറയുന്നു. മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തതിനെ ചൊല്ലി താൻ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. എന്നാൽ തന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് താൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നും രേണു തുറന്നു പറയുന്നുണ്ട്. താൻ തൻ്റെ അസുഖത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് തൻ്റെ മാനേജറായ കരീഷ്മയോടായിരുന്നു. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിവരം ചോർന്നെന്നും അതുകൊണ്ടാണ് താൻ അസുഖത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നതെന്നും താരം പറയുന്നുണ്ട്. തൻ്റെ രോഗവിവരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും തൻ്റെ മൂത്ത മകൻ കിച്ചു തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക തൻ്റെ ഇളയ മകനെ കുറിച്ചാണ്. അവന് വേണ്ടി എനിക്ക് തിരിച്ചു വരണം. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗത്യം ക്യാൻസർ എന്നെ കീഴ്പ്പെടുത്താതെ നോക്കുക എന്നതാണ്. ഞാൻ ക്യാൻസറിനെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. കീമോ ചെയ്ത് വീട്ടിലെത്തിയ രേണുവിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരുന്നു. താൻ തളർന്നു പോകില്ലെന്നും മുന്നോട്ട് പോകുമെന്നും അവർ ഉറച്ചു പറയുന്നു. താൻ തളരുകയോ കരയുകയോ ചെയ്താൽ തന്നെ പോലെ വേദന അനുഭവിക്കുന്ന ഒട്ടേറെ പേർ തളർന്നു പോകുമെന്ന തിരിച്ചറിവാണ് ഇത്രയും കാലം ഈ സത്യം മറച്ചു വെക്കാൻ രേണുവിനെ പ്രേരിപ്പിച്ചത്. ഈ സമയത്ത് താരം മുടിമുറിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. താൻ ഒരു മാതൃകയായി മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വേദനയേറിയ സത്യം താൻ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രേണു കാണിക്കുന്ന മനക്കരുത്ത് നമ്മളിൽ ഓരോരുത്തർക്കും വലിയ പാഠമാണ്. തൻ്റെ വേദനകൾക്കിടയിലും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ആഗ്രഹിക്കുന്ന ഈ പോരാളി ജീവിതം എത്ര കഠിനമായാലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട രേണു, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനകളുമായി കൂടെയുണ്ട്.